സ്ത്രീ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്മാർട്ട് ലേഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സിവിൽ സർവീസുകാരിയാവുക, പ്രത്യേകിച്ച് ഒരു IAS എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അതോടൊപ്പം ഡാൻസുകാരിയാവുക എന്നുള്ളത് കുറേ പേർ ആഗ്രഹിക്കുന്നുണ്ട്, പാട്ടുകാരിയാവുക എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സിനിമാ നടിയാവുക എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരിയാവുക എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരാളിൽ ഒടുങ്ങിയിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. തിരുവനന്തപുരം സബ് കളക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം മാഡം. താങ്ക് യു. ഇത്രയും ഒരുപാട് കഴിവുകളുള്ള ഒരാൾ എങ്ങനെ ഇതിനെല്ലാത്തിനൂടെ സമയം കണ്ടെത്തുന്നു? ഇങ്ങനെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അതിനിടയ്ക്ക് സിനിമയിൽ അഭിനയിക്കാനും ഇതിനിടയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് ചെയ്യാനും ഇതിനെല്ലാത്തിനും കൂടെ എങ്ങനെ സമയം കണ്ടെത്തുന്നു? പ്രഥമമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ്, ബാക്കിയെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചെറുപ്പകാലം മുതലേ എല്ലാം ചെയ്ത് ശീലം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും പല പല കലാരൂപങ്ങൾക്കും അതുപോലെ തന്നെ പല പല ഹോബീസും ഒക്കെ എന്നിൽ വളർത്തുകയും അതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശീലിച്ചത് കൊണ്ട് എനിക്ക് സമയം അങ്ങനെ ഒരു പരിധിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് സമയമുണ്ട്, നമ്മളെ സമയത്തിന് അധികം മൂല്യം കൽപ്പിക്കുന്നില്ല എന്നാണ് അതിൻ്റെ സത്യം. എനിക്ക് 24 മണിക്കൂർ പോരാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നാറുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ബിസി ആയതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് ഞാൻ പൊതുവെ ആർക്കും കൊടുക്കാറുമില്ല. എനിക്ക് സ്വയം തന്നെ നൽകാറില്ല ശരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് സമയം നമുക്കൊരു പരിമിതിയായിട്ട് കരുതാതെ അതിനൊരു സാധ്യതയാക്കി കരുതിയാൽ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ അയ്യോ എനിക്കിതൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ ഇന്ന് ഇത്രയും സമയമുണ്ട്, ഇതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നൊന്ന് സമയത്തിന് ഇങ്ങനെ ഒരു ഓപ്പൺ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ എങ്ങനെ ഈ സിവിൽ സർവീസിലേക്ക് എത്തപ്പെട്ടിട്ട് ഇപ്പോൾ 3 വർഷമായി. 2013 IAS കിട്ടി, അതിന് മുന്നേ റവന്യൂ സർവീസിലായിരുന്നു. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വന്നിട്ട് ഒരു വളരെ മറക്കാനാകാത്ത അല്ലെങ്കിൽ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു അനുഭവം എന്ന് പറയാമോ? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷം ആയി ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം കോട്ടയത്തായിരുന്നു, അതിനുശേഷം ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. കോട്ടയം അസിസ്റ്റന്റ് കളക്ടറായി, അതിനുശേഷം തിരുവനന്തപുരം. അതെ, അതിൻ്റെ ഇടയിൽ സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോമേഴ്സിലായിരുന്നു. അപ്പോൾ 3 സ്ഥലങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഓർമ്മിക്കാൻ തക്കതായ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഏറ്റവും അധികം എന്നെ ടച്ച് ചെയ്ത ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കോട്ടയത്തെ നമ്മുടെ ഭിന്നശേഷി ഉള്ളവർക്കായിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്, നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്നും പറഞ്ഞ്. സോ പലർക്കും അതിനെക്കുറിച്ച് ഒരുപാട് അറിയില്ലായിരിക്കും. അപ്പോൾ ഭിന്നശേഷിയുള്ള ജനങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ലീഗൽ ഗാർഡിയൻഷിപ്പ് അവർക്ക് നൽകുകയും അത് രക്ഷകർത്തൃത്വം എന്നുള്ളത് നിയമപരമായി നൽകുകയും അവർക്ക് വേണ്ടി ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയാലും അല്ലെങ്കിൽ അവരുടെ സംരക്ഷണമൊക്കെ ഉറപ്പുവരുത്തുവാനും അവരുടെ സെക്യൂരിറ്റി എന്നുള്ളത് ഉറപ്പുവരുത്തുവാനും ഉള്ളൊരു പ്രക്രിയയാണത്. അപ്പോൾ അതിനായി ഒരുപാട് ഈ ഭിന്നശേഷിയുള്ള ആളുകളുടെ വീട്ടിൽ പോയി അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ കുടുംബ സാഹചര്യം എങ്ങനെയാണ്, അവർ താമസിക്കുന്ന സ്ഥലം എങ്ങനെയാണ് എന്നൊക്കെ ഇപ്പോൾ അന്വേഷിക്കുകയും അവരുമായി ഇടപഴകാനും ഒരുപാട് ചാൻസസ് ലഭിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെ എനിക്ക് തോന്നും വളരെയധികം നമ്മളെ മാറ്റിമറിക്കുന്ന, അതായത് മാനസികമായ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓരോരോ എക്സ്പീരിയൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, അപ്പോൾ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം പറയാമോ? ഞാൻ ആദ്യം പോയ വീട്ടിൽ ഒരമ്മയും ഒരു 72 വയസ്സായ അമ്മയും അവരുടെ മകൻ 50 വയസ്സായി മകന്, പക്ഷേ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു മകനായിരുന്നു. അപ്പോൾ 50 വയസ്സായെങ്കിലും അദ്ദേഹത്തിന് ഒരു 6 വയസ്സുകാരൻ്റെയോ 7 വയസ്സുകാരൻ്റെയോ ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ, ബുദ്ധി വളർച്ചയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു മകനെ ആ അമ്മ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പരിപാലിക്കുന്നതും തികച്ചും വളരെയധികം പരിതാപകരമായ ഒരു കണ്ടീഷനിലായിരുന്നു ശരിക്കും രണ്ടുപേരും ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരൊറ്റമുറി വീടിനകത്ത് കറണ്ടോ വെള്ളമോ ഒന്നുമില്ലാത്ത ഒരു വീടിനകത്ത് ജനങ്ങൾ നൽകുന്ന ഭക്ഷണവും അതുപോലെ വസ്ത്രങ്ങളും ഒക്കെ
വാങ്ങിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഇത്രയും ബുദ്ധിമുട്ടുകൾ, അതായത് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ആലോചിക്കാൻ സാധിക്കുമോ അതെല്ലാം ആ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷെ അത്രയും ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ ആ വീട്ടിനകത്ത് കയറിയ ആ ഒരു നിമിഷം എനിക്കിപ്പോഴും ഭയങ്കര ഓർമ്മയുണ്ട്. ആ അമ്മയുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ജീവിതത്തിൽ വലിയ സാഫല്യം ലഭിച്ചതുപോലൊരു ചിരിയായിരുന്നു. ശരിക്കും അത്രയും കാലമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനെ അധികാരികളോ ആരും അവിടെ പോയിട്ടില്ലായിരുന്നു. ഇവരവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ആർക്കും അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി എന്നുള്ളത് തന്നെ അവർക്ക് അത്രയും വലിയൊരു സന്തോഷമായിരുന്നു. അപ്പോൾ അന്നത്തെ അവർക്കുള്ള ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ ഞങ്ങൾ കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ അത് ലഭിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വലിയ അനുഭവം എന്ന് പറയുന്നത്, ശരിക്കും അവരുടെ കാഴ്ചപ്പാടിൽ അന്നേ ദിവസം ആ മകന് നൽകാനുള്ള ഭക്ഷണവും അന്നേ ദിവസം അവർക്ക് ജീവിക്കാനുള്ള നിത്യവൃത്തിയും ലഭിച്ചു എന്നുണ്ടെങ്കിൽ അവർ ലോകത്തിൽ ഏറ്റവും സന്തുഷ്ടയായ ഒരു സ്ത്രീ ആയിരുന്നു. അന്നത്തെ കാര്യങ്ങൾ മാത്രം ആലോചിക്കും. അതെ അതെ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ശരിക്കും അവരുടെ ലോകം എന്ന് പറയുന്ന വളരെ ചെറിയൊരു ലോകമാവുകയും ആ ലോകത്തിനുള്ളിൽ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ സമാധാനം കണ്ടെത്തുന്നത് എന്ന് ആ ഒരു വിദ്യ എന്ന് പറയുന്നത് ശരിക്കും സ്വായത്തമാക്കിയ ഒരു അമ്മയായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഇങ്ങനെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിട്ട് ഒരു ദിവസം പോലും ശരിക്കും ആ അമ്മയുടെ മുഖത്ത് കണ്ട ആ ഒരു പുഞ്ചിരി എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ മനസ്സിലോ അല്ലെങ്കിൽ അവരുടെ മുഖത്തോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് ശരിക്കും വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഇനി സിവിൽ സർവീസ് ആസ്പിറൻസിന് വേണ്ടി ഒരു ബുക്ക് എഴുതി, പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞ്. അത് ഒരിടയ്ക്ക് ആമസോണിൽ ബെസ്റ്റ് സെല്ലറായി. സിവിൽ സർവീസ് ആസ്പിറൻസിനിടയിൽ അത് ബെസ്റ്റ് സെല്ലറായി. അപ്പോൾ അങ്ങനെ ഒരു ബുക്കിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ ഒരു പുസ്തകം എഴുതാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സിവിൽ സർവീസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനൊരു ഗൈഡൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തുന്ന അങ്ങനെ ഒരു പുസ്തകം എന്നുള്ളൊരു ആശയം എവിടെ നിന്നായിരുന്നു? ഞാൻ ആക്ച്വലി സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരുന്നു ആ ഒരു പുസ്തകം എഴുതുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നത്. അപ്പം ഞാൻ പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുന്നേ ആ പുസ്തകം റിലീസ് ചെയ്യുകയുണ്ടായി. ഓവർ കോൺഫിഡൻസ് എന്നാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ കൂടെയുള്ളവർക്ക് ആ സമയത്ത് സിവിൽ സർവീസിൻ്റെ പുതിയൊരു സിലബസ് അപ്പോഴായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റവന്യൂ സർവീസിലിരിക്കുമ്പോൾ. അതെ റവന്യൂ സർവീസിലിരിക്കുമ്പോൾ. അപ്പോൾ ലീവ് എടുത്ത് പഠിക്കാൻ വന്നതായിരുന്നു നാട്ടിലേക്ക്. അപ്പോൾ ആ സമയത്ത് സിവിൽ സർവീസിൻ്റെ ഈ പരീക്ഷയുടെ ചിട്ടവട്ടം ആകെ മൊത്തം ഒന്ന് മാറി. അപ്പോൾ ആ പുതിയ സിലബസ് വന്നപ്പോൾ എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നതെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളായാലും അതുപോലെ തന്നെ കൂടെ പരീക്ഷ എഴുതുന്ന മറ്റ് മത്സരാർത്ഥികളായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാൻ ഇത് എങ്ങനെയാണ് ഈ പുതിയ സിലബസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഗുരുക്കന്മാരോടൊക്കെ കാണിച്ചപ്പോൾ, ടി പി ശ്രീനിവാസൻ സാറായിരുന്നു എൻ്റെ മെൻറ്റർ. അപ്പം സാറിനോട് കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇറ്റ്സ് ബ്രില്യൻറ്റ്. പക്ഷെ ഇത്രയും നല്ലൊരു വർക്ക് നീ ചെയ്തിട്ട് അത് ബാക്കിയുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടണ്ടേ, നിനക്ക് മാത്രമായിട്ടിരുന്നാൽ എങ്ങനെയാണ്? എല്ലാവരും ഇതുപോലെ ഒരു ആശങ്കയിലായിരിക്കും എങ്ങനെയാണ് ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് എന്ന്. അങ്ങനെ എനിക്കും തോന്നി വളരെ നല്ലൊരു ഐഡിയ ആയിരുന്നു എന്ന്. അപ്പോൾ DC ബുക്സ് മുന്നോട്ട് വരികയും ചെയ്തത് പബ്ലിഷ് ചെയ്യാം. കാരണം ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു റൈറ്റ് ടൈം എന്ന് പറയുന്നത്. കാരണം ആദ്യമായിട്ടാണ് സിവിൽ സർവീസ് എക്സാംസിൽ ആ പുതിയ സിലബസിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. സോ ആ ഒരു കോൺഫിഡൻസിൽ അങ്ങ് ചെയ്തു. അപ്പം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെയാ IAS കിട്ടിയിട്ട് പോലും ഇല്ല, അതിന് മുന്നേ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു പുസ്തകം എങ്ങനെയാണ് റവന്യൂ സർവീസിലിരിക്കുകയായിരുന്നു. പക്ഷെ അതിനേക്കാളും ആളുകൾ നിന്റെ കൂടെ പരീക്ഷ എഴുതുന്നവർക്ക് എന്തിനാണ് നിന്റെ സീക്രട്സ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതുകൊണ്ട് വേണ്ട, നീ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പുസ്തകം എടുത്താൽ മതി എന്നായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ ടീച്ചേഴ്സ് ആയാലും ചെറുപ്പകാലം മുതൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗുരുക്കന്മാരായാലും എല്ലാവരും എപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, വിദ്യ എന്നുള്ളത് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്താൽ ഒരിക്കലും അത് കുറയുകയില്ല, കൂടുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. അപ്പോൾ ഒരു തിരിനാളം പോലെയാണ് വിദ്യ എന്ന് എപ്പോഴും എല്ലാവരും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും ബാബു പോൾ സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ സാർ എനിക്ക് ഈ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇഫ് യു ലൈറ്റ് സെവറൽ കാൻഡിൽസ് വിത്ത് വൺ കാൻഡിൽ the candle is not going to go off. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ കയ്യിലുള്ള വിദ്യ തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു അഡ്വൈസായിരുന്നു തന്നത്. അപ്പം
അത് വെച്ച് അങ്ങനെ മുന്നോട്ട് പോയി. ആൻഡ് താങ്ക്ഫുള്ളി ഇറ്റ് വാസ് എ ബെസ്റ്റ് സെല്ലർ. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട് അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ IAS ലഭിച്ചതിന് ശേഷം മസൂരിയിൽ ജോയിൻ ചെയ്തപ്പോഴും ആ പുസ്തകം പഠിച്ചിട്ട് IAS കയറിയ കുട്ടികളുണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ തന്നെ. സോ അതൊക്കെ ഒരു വലിയ അനുഭവമാണല്ലേ? ഇത് തീർച്ചയായിട്ടും വളരെ യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരുന്നിരിക്കും. അപ്പോൾ ഈ സിവിൽ സർവീസിൽ അല്ലെങ്കിൽ IAS ആരാണ് ഒരു റോൾ മോഡൽ എന്ന് പറയാനുള്ളത്? അതെ, സിവിൽ സർവീസിൽ എനിക്ക് ബാബു പോൾ സാർ തന്നെയായിരുന്നു ഒരു വലിയൊരു ഇൻസ്പിറേഷൻ. അപ്പോൾ ചെറുപ്പകാലത്തിലെ സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൊരു വലിയൊരു പ്രചോദനമായിരുന്നു. അതിനുശേഷം പിന്നെ പ്രിപ്പറേഷൻ സമയത്ത് വന്നപ്പോൾ സിവിൽ സർവീസ് അക്കാഡമിയിലൂടെ സാറിനെ അടുത്ത് പരിചയപ്പെടുവാനും അതുപോലെ തന്നെ സാറിൻ്റെ ഒരു ശിഷ്യയാകാനും ഒക്കെ കഴിഞ്ഞു. സോ സാറും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ TP ശ്രീനിവാസൻ സാറായിരുന്നു ശരിക്കും ഉടനീളം എനിക്ക് വലിയൊരു സപ്പോർട്ടായിട്ടിരുന്നതും ഒരുപാട് ഗൈഡൻസ് തന്നതുമൊക്കെ. അവർ രണ്ടുപേരുമാണ് റോൾ മോഡൽസ് എന്ന് പറയാം. എങ്ങനെയൊക്കെയാണ് ഈ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, അല്ലെങ്കിൽ ഏതൊക്കെ പുസ്തകങ്ങൾ റെഫർ ചെയ്തു, അങ്ങനെയൊക്കെ? ആദ്യം നമ്മൾ സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി ഉണ്ട് കേരളത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തിൽ നമ്മുടെ സർക്കാർ തന്നെ ശരിക്കും സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഒരുപാട് പ്രോത്സാഹനം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കാഡമി നല്ലൊരു സ്ഥലമാണ് പഠിക്കാനും. അതുപോലെ നല്ല ലൈബ്രറി കളക്ഷൻ ഉണ്ട്. ഒരുപാട് സീനിയർ ഓഫീസേഴ്സ് വന്ന് നമുക്ക് അവരുമായി ഇടപഴകുവാനും സംവദിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ്. പിന്നെ ഞാൻ താമസിച്ചിരുന്ന് പഠിച്ചത് IAS കിട്ടിയ വർഷം ഞാൻ NSS അക്കാഡമിയിലായിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ സാറായിരുന്നു അതിൻ്റെ ഡയറക്ടറും. അപ്പം അവിടെ ഒരു വർഷം ഇരുന്ന് അതൊരു തപസ് പോലെയായിരുന്നു ശരിക്കും. പക്ഷെ മറക്കാനാകാത്തൊരു വർഷമായിരുന്നു ജീവിതത്തിൽ ശരിക്കും. പൊതുവെ എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഫേസ്ബുക്കൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ദിവ്യ എസ് അയ്യർ എന്നുള്ള ഒരു പേര് ഫേസ്ബുക്കിൽ കാണാനില്ല. അത് വളരെ ഇങ്ങനെ പ്രൈവസി കീപ്പ് ചെയ്യുന്ന ആളാണോ? എന്താണ് അതിൻ്റെ ഒരു കാര്യം? ഫേസ്ബുക്കിലോട്ട് വലിയ താല്പര്യമില്ല. എനിക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലും ഇല്ല. കുറേ വർഷം മുന്നേ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്, അതായത് ഓർക്കുട്ടൊക്കെ വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ആദ്യമായിട്ട് വന്ന. അപ്പോൾ ആ സമയത്ത് ഓർക്കുട്ടും ഫേസ്ബുക്കും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2007-08 ആ ഒരു സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 2009 മുതൽ ഒന്നുമില്ല. അതെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്തായിരുന്നു ആ സമയത്ത്. ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണോ? പഠനത്തിൻ്റെ ഭാഗമായിട്ടല്ലായിരുന്നു ആക്ച്വലി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പ്രൈവസി സെറ്റിങ്സും ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷനാണ് സംഭവിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പൊതുവെ ചൂസ് ചെയ്താണ് എൻ്റെ സമയം അതിൽ ചിലവഴിക്കുക. നേരത്തെ പറഞ്ഞല്ലോ സമയത്തിൻ്റെ കാര്യം എന്ന്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇപ്പം എൻ്റെ കൂടെ എനിക്ക് റിമോട്ട്ലി അറിയാവുന്ന ഒരാൾ, ഇപ്പോൾ എൻ്റെ കൂടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു കുട്ടി ഇന്നലെ രാത്രി ആരുടെ കൂടെയാണ് പാർട്ടി ചെയ്തത് എന്നറിയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ അറിയാതെ ആ ഇൻഫർമേഷൻ നമുക്ക് ഫീഡ് ആവുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി അത് ഫീഡ് ആവുന്നുണ്ട്. ആൻഡ് ഐ സ്പെൻഡ് സം ഓഫ് മൈ ടൈം ആൻഡ് മൈ എനർജി ഇൻ ടു ഇറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഊർജ്ജം എന്ന് പറയുന്നതും സമയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശരിക്കും സ്കാറ്ററായി പോവുകയാണ്. അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് അല്ല ഞാൻ കമൻറ്റ് ചെയ്യുന്നത്. എനിക്കത് അന്നേ ദിവസത്തേക്ക് ആവശ്യമാണോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യം നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. നോട്ട് ഓൺലി ഇൻ ടു അവർ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഇൻ ടു അവർ ഹെഡ് ഓൾസോ. അവര് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് നാട്ടുകാർ അറിയണമെന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പൊ അതൊന്നും ശരിക്കും നമ്മൾ അറിയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഫ്രം യുവർ പൊട്ടൻഷ്യൽ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വരെ കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നു സമയം, നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് കാർഡിനലായിട്ടുള്ളൊരു ഫീച്ചർ. അപ്പം അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ലാതെ ഫേസ്ബുക്ക് ഇല്ലയെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി 7 വർഷമായിട്ട് ഫേസ്ബുക്ക് ഇല്ലയെന്ന് വെച്ചിട്ട് ഐ ഹാവൻ ലോസ്റ്റ് എനിത്തിങ് ഇൻ ലൈഫ്. ഇപ്പോഴും എല്ലാവരുമായിട്ടും ടച്ച് ഉണ്ട്. എൻ്റെ പഴയ ഫ്രണ്ട്സ് ആണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ ദോസ് ഹു ആക്ച്വലി മാറ്റർ ടു യു, അവരെല്ലാവരും ഫേസ്ബുക്ക് ഇല്ലെങ്കിലും ദേ വിൽ ട്രൈ ആൻഡ് കീപ്പ് ഇൻ ടച്ച് വിത്ത് യു യൂഷ്വലി. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സർക്കിൾ മാത്രം മതി. തീർച്ചയായിട്ടും.
പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ വിദ്യാഭ്യാസ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും എക്സൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. 10ാം ക്ലാസ്സിൽ റാങ്ക്, അത് കഴിഞ്ഞ് +2 ഒരുപാട് വിഷയങ്ങൾക്ക് ഫുൾ മാർക്ക്, അതുപോലെ MBBS വന്നു കഴിഞ്ഞപ്പോൾ ഗോൾഡ് മെഡലിസ്റ്റ്. അപ്പോൾ ഈ പഠിത്തത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക പാറ്റേൺ കീപ്പ് ചെയ്യുന്നുണ്ടോ? എല്ലായിടത്തും ഇങ്ങനെ എല്ലാത്തിലും ഫസ്റ്റ് ആയി തീരാനായിട്ട്? The secret behind that is that I really enjoy studying. പഠനം എന്നുള്ളത് ചെറുപ്പകാലം മുതൽ ഒരിക്കലും ഒരു ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും അതൊരു എന്താ പറയുക, ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഐ തിങ്ക് റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് എൻ്റെ ടീച്ചേഴ്സ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആക്ച്വലി ചെറുപ്പത്തിലേക്ക് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു രീതിയായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും കളിയാക്കും പറഞ്ഞിട്ട്. ഇപ്പം എപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോർഡും ചോക്കും വെച്ചിട്ടാണ് പഠനം ആരംഭിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ ടീച്ചർ എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തന്നതോ അതുപോലെ അത് ഇമിറ്റേറ്റ് ചെയ്ത് എൻ്റെ ഇമാജിനറി സ്റ്റുഡൻസിന് ഞാൻ പഠിപ്പിച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തത്. സോ ഐ തിങ്ക് അറൗണ്ട് 12ാം ക്ലാസ് വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. ഈവൻ ആഫ്റ്റർ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫണി. ആൻഡ് എനിക്കൊന്ന് ആ ഒരു സ്റ്റഡി മോഡെന്ന് പറയുന്നത് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മോഡായിരുന്നു. അപ്പോൾ പഠനം ഒരിക്കലും അങ്ങനെ ഒരു ബോറിംഗ് സംഭവമായിട്ട് തോന്നിയിട്ടില്ല. സോ ഐ തിങ്ക് അത് തന്നെയായിരുന്നു ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുമായിരുന്നു ഇങ്ങനെ? ഇല്ലില്ല, ഒരുപാട് സമയമൊന്നും പഠിക്കാറില്ല ഞാൻ. പക്ഷെ പഠിക്കുന്ന സമയം ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സമയം ഇരുന്നാൽ ഈ പറയുന്ന ബോറടി വരും. ഇങ്ങനെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ഹ്യൂമൻ ബീങ്സിന്. അപ്പോൾ ആ ഒരു അറ്റൻഷൻ സ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് എന്തായാലും ആവശ്യമാണ്. സോ അതുകൊണ്ട് ഈ പഠിക്കുന്ന സമയത്ത് 100% അതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ നൈറ്റ് പേഴ്സൺ, അപ്പോൾ രാത്രിയിൽ പഠിക്കുന്നതായിരുന്നു ഭയങ്കര ഇഷ്ടം. അപ്പോൾ രാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഭയങ്കര നിശ്ചലമായി സമാധാനമായി ഇങ്ങനെ വേറെ ശബ്ദങ്ങളും വേറെ ഡിസ്ട്രാക്ഷൻസും ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയം കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു 2 hours അല്ലെങ്കിൽ 3 hours എന്ന് പറയുന്ന മാക്സിമം പ്രൊഡക്ടിവിറ്റി വരുന്ന ഒരു സമയമാണ്. ഒരു 10 o'clock ശേഷം ഒരു 10 to 1 എന്നൊക്കെ പറയുന്ന സമയം ഭയങ്കര. അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡിക്കൊന്നും പോകാതെ സ്വന്തമായിട്ടിരുന്ന് പഠിക്കാനാണ് മോസ്റ്റ്ലി സ്വന്തമായിട്ട് പഠിക്കാനാണ് ഇഷ്ടം. പക്ഷേ കമ്പൈൻ സ്റ്റഡിക്കുന്നല്ല, കമ്പൈൻ ഡിസ്കഷൻസിന് എപ്പോഴും പോകാറുണ്ട്. അതായത് ഈ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് പോലെ നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ബട്ട് റുട്ടീൻ സ്റ്റഡി എന്ന് പറയും, നമുക്കിപ്പോൾ എന്ത് പഠിക്കണം എന്നറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അല്ലാതെ കുറച്ച് വേഗമായിട്ടുള്ള ഏരിയാസൊക്കെ പൊതുവേ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിനൊക്കെ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. കോട്ടയത്തെ അസിസ്റ്റന്റ് കളക്ടർ ആയിരിക്കുമ്പോൾ സ്വീപ് സോങ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് തന്നെ എഴുതി അത് കമ്പോസ് ചെയ്ത് പാടുകയും ചെയ്തു അല്ലേ? അപ്പോൾ അത് എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ഒരു പ്രചോദനം? അത് ഭയങ്കര യൂട്യൂബിലൊക്കെ ഭയങ്കര ഹിറ്റായി, എല്ലാവരും അതൊരു അങ്ങനെ തന്നെ ദിവ്യ സൈർ എന്ന് പറയുന്ന ഒരാളെ ഒരുപാട് ആൾക്കാർ അറിഞ്ഞു. ഇപ്പോൾ സിവിൽ സർവീസ് എന്നുള്ള ഒരു താല്പര്യത്തിനപ്പുറത്തേക്ക് ബാക്കി സാധാരണക്കാരും അങ്ങനെ ഒരാളെ അറിഞ്ഞു. ഇങ്ങനെ ഒരാളുണ്ട്, മൈ വോട്ട് മൈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അത് എവരിബഡി റിമെമ്പേഴ്സ്. അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നു? ഐ മീൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതാനും അതൊക്കെ അതിനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? എനിക്ക് ആക്ച്വലി സ്വീപ്പ് എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു നിർദ്ദേശമാണ് ശരിക്കും. അപ്പോൾ സ്വീപ്പിൻ്റെ നോഡൽ ഓഫീസറായിട്ട് ഞാൻ നിയമിക്കപ്പെട്ടപ്പോൾ ഇതിന് മുമ്പ് സ്വീപ്പ് ആക്ടിവിറ്റീസൊക്കെ എനിക്കറിയില്ല എത്രമാത്രം നല്ലതായിരുന്നു എന്നുള്ളത്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ആദ്യം പറഞ്ഞു, ഓ അതിലെന്താ ചെയ്യാനുള്ളത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പൊതുവെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ലല്ലോ, ഇറ്റ്സ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ജനപ്രിയമാക്കുന്നത് എന്നുള്ള ഒരു മോഡിലായിരുന്നു ഞാൻ ഡേ 1 തൊട്ട്. കാരണം അതുവരെ ഈ സ്വീപ്പിനോടുണ്ടായിരുന്ന ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഐ തോട്ട് ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു തോട്ട്. ആൻഡ് വളരെ നല്ലൊരു ടീം എനിക്ക് ലഭിച്ചായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അതിൻ്റെ മേജർ ക്രെഡിറ്റ് ഗോസ് ടു മൈ ടീം. അപ്പോൾ ടീം ഫോം ചെയ്തതും ആക്ച്വലി സാധാരണ നമ്മുടെ ഓഫീസസിലൊക്കെ നമ്മൾ ഓരോ ആളുകളെ ഇതിൽ നീ വർക്ക് ചെയ്യുക, ഇതിൽ നീ വർക്ക് ചെയ്യുക എന്നിങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഐ ജസ്റ്റ് സ്പ്രെഡ് ദ വേർഡ് അറൗണ്ട് സേയിങ് ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ആരംഭിക്കുന്നുണ്ട്, നല്ല രസകരമായ ഒരു സംഭവമായിരിക്കും, ക്രിയാത്മകമായി സർഗാത്മകമായി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇങ്ങോട്ട് വരിക എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പം അവർ വോളണ്ടിയർ ചെയ്ത് വന്നതായിരുന്നു എൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും. അപ്പോൾ വന്ന ഉടനെ ഞാൻ അവരോട് പറയുകയും ചെയ്തത്, ജോലി ചെയ്യണം എന്നുള്ളതിൽ കവിഞ്ഞ് എനിക്ക് ഒരേ ഒരു നിയമമേ ഉള്ളൂ ഇവിടെ,
സമയം നോക്കി ക്ലോക്ക് നോക്കി ജോലി ചെയ്യരുത്, അത്രയേ ഉള്ളൂ. പക്ഷെ പിന്നീട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല എനിക്ക്. ദേ വെർ കംപ്ലീറ്റ്ലി ഫോർത്ത് കമ്മിങ്. ഭയങ്കര രസമായിട്ടുള്ള ഒരു വർക്കായിരുന്നു. അപ്പോൾ പബ്ലിക്കിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരുപാട് എൻഷുർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും കല എന്ന് പറയുന്നത് നമുക്ക് ആസ്വാദനത്തിന് മാത്രമല്ലാതെ സാമൂഹികമായി ഒരു പരിവർത്തനത്തിനും ജനങ്ങളിൽ നല്ല കാര്യങ്ങൾ എത്തിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു വാഹനമായിട്ട് മാറണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു സ്ഥലത്തിൽ നമുക്ക് ഇപ്പോൾ തുള്ളലും കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ നാടാണത്. അപ്പം കല എന്ന് പറയുന്നത് എങ്ങനെയാണ് സമൂഹത്തിലുള്ള തെറ്റുകുറ്റങ്ങളെ തിരുത്തുവാനായിട്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ച് തന്നിട്ടുള്ള ഒരു നാടാണത്. പക്ഷേ ഇന്ന് നമ്മൾ കല എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്ന് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന ആസ്വാദനത്തിനാണ്, ഒരു റിലാക്സ് ചെയ്യാൻ, എൻ്റർടൈൻ ചെയ്യാൻ എന്നുള്ളൊരു. അപ്പോൾ അതിൽ കവിഞ്ഞ് കലയെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് എപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു, ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് ദെയർ ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു സോങ്ങിൻ്റെ ഐഡിയ വന്നതും. അത് പ്യുവർലി വോളണ്ടറി ആയിരുന്നു. അഗൈൻ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജയദേവൻ ആണെങ്കിലും ബാക്കിയുള്ള ക്യാമറ ചെയ്ത ആളുകളായാലും എല്ലാവരും തന്നെ പ്യുവർലി വോളണ്ടറി ആയിരുന്നു. ദർ വാസ് നോ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ഇൻ ഇറ്റ് വാട്ട്സ് എവർ. വി ജസ്റ്റ് ഡിഡ് ഇറ്റ് ഫോർ ദ ലവ് ഓഫ് മ്യൂസിക്. ഞങ്ങളുടെ ആ ഒരു ടീം എന്ന് പറയുന്നത് അപ്പോൾ കലയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ശരിക്കും. കുട്ടിക്കാലം തൊട്ടേ കലയുള്ള കൂട്ടത്തിലാണല്ലേ? സ്കൂൾ കലാതിലകമായിരുന്നു. ഒരാൾക്ക് എന്തൊക്കെ നേടാൻ പറ്റുമോ അതെല്ലാം നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ കലയോടുള്ളൊരു ഇഷ്ടം എങ്ങനെയാണ് വന്നുവിട്ടത്? കലയോട് എനിക്ക് തോന്നുന്നു അമ്മയായിരുന്നു അതിൻ്റെ പിന്നിലെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അമ്മയ്ക്ക് കലാപരമായ കാര്യങ്ങളൊക്കെ ഒരുപാട് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ എനിക്കൊന്ന് അമ്മയുടെ ചെറുപ്പകാലത്തിൽ അങ്ങനെ ഒരുപാട് എക്സ്പോഷർ ലഭിച്ചിട്ടില്ലായിരുന്നു. സോ ആ ഒരു സ്വപ്നം ഉള്ളത് അമ്മ ശരിക്കും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിതക്കിയായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ. ആൻഡ് സ്കൂളിലെ ടീച്ചേഴ്സ് ഒരുപാട് എൻകറേജ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓരോരോ കഴിവുകളും ശരിക്കും സ്കൂളിലുള്ളവരിങ്ങനെ തൊട്ടുണർത്തുമായിരുന്നു. പിന്നെ എല്ലായിടത്തും കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അച്ഛൻ്റെ സപ്പോർട്ടും. അപ്പം മൂന്നും കൂടെ ആയപ്പം എനിക്ക് തോന്നുന്നു നല്ലൊരു ഗ്രിഡിനകത്തായിരുന്നു ഞാൻ. അത്രയും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ഈ എന്താ പറയാ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ആ ഒരു പേടിയൊന്നുമില്ല. നല്ലൊരു പ്രാസംഗിക കൂടിയാണല്ലോ. ചെറിയ കാലം തൊട്ടേ ഇങ്ങനെ സ്റ്റേജിൽ കയറി വന്നതുകൊണ്ടായിരിക്കും അല്ലേ അങ്ങനെ? അതെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു സമ്മാനം ലഭിക്കുന്നതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിങ്ങിനായിരുന്നു LKG പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അതിന് ലഭിച്ച ആ ഒരു പുസ്തകം ഓർമ്മയുണ്ടല്ലേ? നല്ല അതിന് ലഭിച്ച ആ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം ഇപ്പോഴും കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നോക്കുമ്പോൾ എഴുതി വെച്ചേക്കുന്നത് അല്ല ഒരു ലേബൽ ഉണ്ട്, ഹോളി ഏഞ്ചൽസ് awarded to Divya Sayer for securing first prize in English storytelling class LKGC എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അപ്പം തന്നെ അങ്ങനെ ചെയ്ത ആളല്ലേ നീന്ന് നമുക്ക് തന്നെ സ്വയം അതൊരു വലിയൊരു മോട്ടിവേഷൻ ആവും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശരിക്കും നമുക്ക് നമ്മുടെ പാസ്റ്റിലുള്ള ഈ നല്ല കാര്യങ്ങളും ഈ ചെറിയ ചെറിയ ലോറൽസ് എന്തായാലും തന്നെ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു മുന്നോട്ട് വീണ്ടും വീണ്ടും അത് ചെയ്യുവാനും ഉയരങ്ങളിലേക്ക് പോകണം എന്നൊക്കെയുള്ളൊരു ആകാംക്ഷ മനസ്സിലും വരാറുണ്ട്. ഇനി എന്താണ് ജീവിതത്തിൽ ഇനി എന്ത് നേടണമെന്നാണ് ആഗ്രഹം? അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറയും എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ IAS കാര്യമാവണം, കളക്ടർ ആവണം എന്നൊക്കെ പറയും. ഇതെല്ലാം ഉള്ള ആള് ഇനി എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ല ഇതെല്ലാം ഇപ്പോൾ ശരിക്കും നിങ്ങളൊക്കെ പറയുമ്പോഴാണ് എനിക്കത് ആ ഒരു ബോധ്യം വരുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ എനിക്കതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇതൊന്നും തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇനി ഒരുപാട് ചെയ്യാനുള്ള ആൾക്കിതൊന്നും വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കില്ല എനിക്കറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എഴുത്തിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം ബുക്സാണ് ഇപ്പം കറണ്ട് പാഷൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ജനജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ആളുകളുടെ ജീവിതം വളരെ അടുത്തുള്ള ഒരു ഡിസ്റ്റൻസിൽ നിന്ന് അവരെ കാണാൻ സാധിക്കുന്നതും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനസേവനം എന്നുള്ളത് ശരിക്കും ഒരു ഹരമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സോ ഐ തിങ്ക് ഇനിയുള്ള ദിവസങ്ങൾ അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഐ തിങ്ക് അതായിരിക്കും വലിയൊരു പ്രയോറിറ്റി. പുസ്തകം ആൻഡ് ഈ പറയുന്ന പബ്ലിക് സർവീസ് എന്നുള്ളത്. കാരണം ഒരു ദിവസം ഇപ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ the kind of petitioners who come in, പരാതിക്കാർ വരുന്നവർ ഓരോരുത്തരുടെയും ശരിക്കും ജീവിതാനുഭവങ്ങളിലൂടെ അവരുടെയൊക്കെ
ഇത്രയും ജീവിതങ്ങൾ ഞാൻ ജീവിച്ച് തീർക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് വൈകാരികമായ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പലരും എന്നോട് പറയാറുണ്ട് ജോലിയിലിരിക്കുമ്പോൾ അങ്ങനെ വികാരങ്ങൾ വരാൻ പാടില്ല, വളരെ ന്യൂട്രലായിട്ടിരുന്ന് നോക്കണം എന്നൊക്കെ. പക്ഷേ അവസാനം ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ന്യൂട്രലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കാനായി ടു പുട്ട് യുവർ സെൽഫ് ഇൻ ദ ഷൂസ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെ ഞാൻ പോകും. അപ്പോൾ ആ വൈകാരികമായി അവരുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലരുടെയും ജീവിതങ്ങൾ എങ്ങനെ ജീവിക്കാനുള്ളൊരു വലിയ ഭാഗ്യം ലഭിക്കുന്നുണ്ട് ഈ ഒരു പ്രൊഫഷനിലൂടെ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ അതിലൂടെ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പിന്നെ സിനിമയെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, ആ സിനിമയുടെ അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുമോ? ഏലിയാമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അതിലെ ഏലിയാമ്മച്ചി എന്ന ക്യാരക്ടർ KPSC ലളിത ചേച്ചിയാണ് ചെയ്യുന്നത്. വയോജന കേന്ദ്രത്തിലുള്ള ഒരു അമ്മയുടെ കഥയാണ്. അപ്പോൾ ഞാൻ വയോജന കേന്ദ്രം നടത്തുന്ന ഒരു കന്യാസ്ത്രീയായിട്ടാണ് അഭിനയിക്കുന്നത്. അത് തീർച്ചയായിട്ടും എന്നെ ഏറ്റവും അധികം അതിലേക്ക് ആകർഷിച്ചതെന്ന് പറയുന്നത് അതിലെ ആ ഒരു തീം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ശരിക്കും ചിന്തിക്കേണ്ടതും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ സബ് കളക്ടറായിട്ടിരിക്കുന്ന സമയത്തും എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ശരിക്കും സീനിയർ സിറ്റിസൺസ് മെയിൻ്റനൻസ് ആക്ടിൻ്റെ ട്രൈബ്യൂണലിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പോൾ ഈ വയസ്സായ അച്ഛനമ്മമാർ അവരുടെ മക്കൾ അവരെ ദ്രോഹിക്കുന്നതും അതുപോലെ സ്വത്ത് എഴുതി വാങ്ങിച്ച് അവരെ കബളിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്, അങ്ങനെ ഒരുപാട് ദിവസേന ഇങ്ങനെ ഓരോരോ കഥകൾ ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കാനായി നിയമപരമായി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലുപരി എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ മാതാപിതാക്കളുടെ ആയാലും അതുപോലെ തന്നെ കുട്ടികളുടെ ആയാലും മനസ്സിൽ ഈ ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റണം, ഒന്ന് മാറണം എന്നൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കല എന്നുള്ളത് നമുക്ക് ശരിക്കും സമൂഹത്തിലേക്ക് നല്ലൊരു സന്ദേശം എത്തിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിലുപരി കലയ്ക്കൊരു ഒരു ഒരു അന്തിമമായ ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ എന്നുള്ളത് സമൂഹത്തിൽ ഏറ്റവും അധികം പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു മാസ് റീച്ചുള്ള ഒരു മാധ്യമമാണല്ലോ. അപ്പോൾ സിനിമയിലൂടെ ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരിക്കും എന്ന് ബോധ്യമാവുകയും പിന്നെ ലളിത ചേച്ചിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നത്, അത് ആദ്യത്തെ സിനിമയിലൊക്കെ ലളിത ചേച്ചിയുടെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്ന വലിയ ഒരു ഭാഗ്യമായിരുന്നു. സോ അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു, അപ്പോൾ ഇനി സിനിമ ചെയ്യുമോ? അറിയില്ല, ചെയ്യാൻ താല്പര്യമുണ്ട് എനിക്ക്. പക്ഷേ അതുപോലത്തെ നല്ല സബ്ജക്ട്സും വരണം. അതായത് സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ ചെയ്യുന്നതിൽ നിയമപരമായി അനുവാദവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന പക്ഷം തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോൾ കൗമുദി പ്രേക്ഷകർക്കായിട്ട് ഇനിയൊരു പാട്ടാകാം. കുറച്ച് പഴയ പാട്ടാണ്. ശിശിരകാലമേഘമിഥുനരവിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞല നീട്ടിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞ മോഹനങ്ങൾ ശിശിരകാലമേഘമിഥുനരവിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ. ഒരു ഗായികയോട് പിന്നെ വളരെ നന്നായിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും നന്നായി പാടി. ഇനി എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? എന്തൊക്കെ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ്, സ്വയം ഒരു വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ്, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ?
അതെ, ലക്ഷ്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണം ശരിക്കും. ലക്ഷ്യങ്ങളില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ നിലച്ചു പോകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഓരോ ലക്ഷ്യം നമ്മൾ വെട്ടിപ്പിടിക്കുമ്പോഴും ശരിക്കും പുതുതായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഒരു ലക്ഷ്യത്തിനെ അവസാനിപ്പിക്കാൻ. അപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് സമൂഹത്തിൽ ഈ വയോജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല രീതിയിൽ ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. എൻ്റേതായ ചെറിയ തോതിൽ ഇപ്പോഴും സഹായം നൽകുന്നുണ്ട്. നിയമപരമായ രീതിയിലും ഈ ഒരു അധികാര പരിധിയിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒരു മാസ് റീച്ചുള്ള എന്തെങ്കിലും ഒരു പരിപാടി വയോജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയെ നമ്മൾ ഇനിയും ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ഉള്ള മരങ്ങൾ വെട്ടിക്കളയാതെ ഇരിക്കണം എന്നുള്ള ഒരു പക്ഷക്കാരിയാണ് ഞാൻ. പ്രത്യേകിച്ചും ഓഫീസിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് എസ്പെഷ്യലി ഒരുപാട് മരങ്ങൾ വെട്ടാനായിട്ടുള്ള അപേക്ഷകൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എത്ര കുറഞ്ഞ രീതിയിൽ ഒരു തോത് ഞാൻ നോക്കിയാലും തിരുവനന്തപുരത്ത് ഈ നിമിഷം ഇപ്പോൾ ഒരു ദിവസം കുറഞ്ഞത് ഒരു മരമെങ്കിലും ഏതെങ്കിലും വീട്ടിൽ വെട്ടി മാറ്റുന്നുണ്ട്. അതെന്തിനാണിത് വെട്ടി മാറ്റുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിലുള്ളതോ അല്ലെങ്കിൽ അയൽപ്പക്കക്കാർ തമ്മിലുള്ളതോ വിദ്വേഷം തീർക്കാനായി നമ്മൾ ആദ്യം ഇരയാക്കുന്നത് അടുത്ത വീട്ടിലെ ഒരു മരമാണ് ഇവിടെ. അപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ മരം വെട്ടണമെന്ന് അപേക്ഷ തന്നാലും അതിൻ്റെ അകത്തൊന്ന് ചെകഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ളവനോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ഈ മരം വെട്ടി നശിപ്പിക്കുമ്പോൾ അയാളെ വെട്ടി നശിപ്പിക്കുന്നത് ഒരു ആത്മതൃപ്തി ആ ജനങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. അതെ, അപ്പൊ ഈ മരം വെട്ടുന്നത് കൊണ്ട് ശരിക്കും എന്തൊക്കെയാണ് നമുക്ക് നഷ്ടമാകുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതിന് കുറച്ചുകൂടെ ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുവാനും അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കാൻ കുട്ടികൾക്ക് കുറച്ചുകൂടി അവസരം നൽകണം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ശരിക്കും പ്രകൃതി എന്ന് പറയുന്നത് നമ്മളൊരു സാങ്ച്വറിയിൽ പോയാൽ അല്ലെങ്കിൽ കാട്ടിൽ പോയി റിസർവ് ഫോറസ്റ്റിനകത്ത് പോയി കണ്ടിട്ട് വരാനുള്ള ഒരു സാധനമായിട്ട് ഇന്നത്തെ തലമുറ പലപ്പോഴും അറിയുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിച്ച് വളർന്നിട്ടുള്ള ആ ഒരു പ്രകൃതിയോടൊപ്പം ഇന്നത്തെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രകൃതിയെ അടുത്തറിയുവാനും സ്നേഹിക്കുവാനും ഒക്കെ കുട്ടികൾക്കൊരവസരം നൽകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിനായി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കുവാണ്. ഈ പുതുവർഷത്തിൽ കൗമുദി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ആശയുടെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു നല്ല പുതുവർഷം നേരുകയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് നന്മ നിറഞ്ഞ മുഹൂർത്തങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു കാര്യം മാത്രം ഓർക്കുക, എന്നും രാവിലെ എണീക്കുമ്പോൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ അത് ചെയ്തതിൻ്റെ സംതൃപ്തിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഓൺ യുവർ ഷോ.